മദീനയിൽ അബ്ദു ഖൈസ് ഗോത്രത്തിൻ്റെ ഏകദേശം ഒരു 10-13 ആളുകൾ റസൂലുള്ളാഹിയെ കാണാൻ വരിക. അവരോടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഓടി വന്ന് കൈ കൊടുത്ത് ഭയങ്കരമായ ഒരു എന്താ പറയുക, പ്രവാചകനെ കണ്ടിട്ടുണ്ടല്ലോ, അവർ ഒരാളെ കണ്ടാൽ കാട്ടിക്കൂട്ടുന്നതൊക്കെ ചെയ്തു. അപ്പോൾ ആ സംഘത്തിൻ്റെ അവരുടെ നേതാവ് മഹാനായ മുൻദിർ ഇബ്നു ആയിദ് റളിയല്ലാഹു അൻഹു അവരുടെ നേതാവാണ്. എന്ന് പറഞ്ഞാൽ ഒരു സംഘം പോകുമ്പോൾ അതിലൊരു അമീർ ഉണ്ടാവുമല്ലോ. മൂപ്പരെന്ത് ചെയ്ത് ആ സംഘത്തിൻ്റെ വാഹനങ്ങളൊക്കെ മദീന പള്ളിയുടെ അടുത്തിങ്ങനെ ഇറക്കിയിട്ട് മൂപ്പര് ഓടിപ്പോയതൊന്നുമില്ല നബിൻ്റെ അടുത്തേക്ക്. മൂപ്പര് എല്ലാവരുടെയും വാഹനങ്ങൾ അവിടെയൊക്കെ കെട്ടി റെഡിയാക്കി നല്ല ഒരു വസ്ത്രമൊക്കെ എടുത്ത് അതൊക്കെ ഇട്ട് നല്ല സ്റ്റഡിയായി റെഡിയായി സാവകാശത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പോയി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറുകളോട് പറഞ്ഞ വർത്താനം തരും, ഇന്ന ഫീക ഖസ്ലതൈൻ യുഹിബ്ബുഹുമല്ലാഹ്, നിന്നിൽ 2 ഗുണമുണ്ട് കേട്ടോ. ആ 2 ഗുണം അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഒന്ന് അൽ ഹിൽമു വൽ അനാത്ത്, ഒന്ന് ഹിൽമും മറ്റൊന്ന് അനാത്തുമാണ്. ഹിൽമ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ തിക്കും തിരക്കും കൂട്ടാതിരിക്കുക ഒന്ന്. മറ്റൊന്ന് നമുക്ക് ദേഷ്യം വരുമ്പോൾ ഒരാളെ 2 കൊടുത്ത് അവൻ കാണിച്ച തോന്നിവാസത്തിന് ഒരു ശിക്ഷ നൽകാനുള്ള അവസരവും സൗകര്യമൊക്കെ നമുക്കുണ്ട്. ഒരാളുടെ തോന്നിവാസം കാണിച്ചു നമ്മളോട്, അപ്പോൾ അവനെ 2 കൊടുത്ത് ആരും ചോദിക്കാനും പറയാനുമില്ല, അവനും അവിടെ അടങ്ങിയിരിക്കും. പക്ഷേ അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, നമ്മളെ ചെയ്യാതെ മാറുന്നു. അത് വേണ്ട, അങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, അതാ ഹിൽമ്. ഒരാളെ കൈകാര്യം ചെയ്യാനുള്ള ശിക്ഷിക്കാനുള്ള അവനെ തകർക്കാനുള്ള അവസരം ഉണ്ടായിട്ട് നമ്മൾ അതിന്ന് മാറി നിന്നു. മാത്രമല്ല അവൻ ധൃതി കാണിക്കുന്നുമില്ല. ഈ ഒരു ഗുണം മഹാനായ മുൻദിർ ഇബ്നു ആയിദ് റളിയല്ലാഹു അൻഹുവിനോട് പറയും, ഈ ഒരു ഗുണം നിനക്കുള്ളത് വലിയ കാര്യമാണ് കേട്ടോ, അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ മറ്റൊന്ന് അനാത്ത്. അനാത്ത് എന്ന് പറഞ്ഞാൽ ഒരാളെ ശിക്ഷിക്കാൻ ധൃതി കാണിക്കില്ല, ശിക്ഷിക്കുന്നതിൽ ധൃതി കാണിക്കുന്നില്ല. മാത്രമല്ല അവനെടുത്ത ആ നിലപാടിൽ ഉറച്ചാട് നിൽക്കുകയാണ്. നിങ്ങളവിടെ എന്തെങ്കിലുമൊക്കെ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതല്ലേ എന്ന് പറയുമ്പോൾ അതിനൊന്നും ഇപ്പോൾ തൽക്കാലം സൗകര്യമില്ല, എൻ്റെ ഈ നിലപാടൊരു നിലപാടാണ്, ഇങ്ങനെയാണ് പോവേണ്ടത് എന്നൊക്കെ പറയുന്ന പരിപാടി ഉണ്ടല്ലോ. അതൊക്കെ റസൂലുള്ളാഹിൻ്റെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സ്ഥലത്ത് നബിനെ നന്നായി കൈകാര്യം ചെയ്ത ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൂളായിട്ട് വിഷയാക്കണ്ട എന്ന് പറയുമ്പോൾ നബിൻ്റെ കൂടെയുള്ളവർ എന്താ ഇപ്പം ഈ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ റസൂലുള്ള എടുക്കുന്ന നിലപാടുണ്ട്. എൻ്റെ നിലപാട് ഇങ്ങനെ തന്നെ, നിങ്ങൾ പറഞ്ഞ പറ്റും ചെയ്യൂലേ, എനിക്കിപ്പോൾ പൊട്ടിത്തെറിക്കാൻ സൗകര്യമുണ്ട്, അറ്റാക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്, ഞാൻ ചെയ്യൂല, അതുകൊണ്ട് എനിക്ക് വേറൊരു കാഴ്ചപ്പാടുണ്ട്, എനിക്ക് എൻ്റെ റബ്ബുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഹിൽമ് അനാത്ത് എന്ന് പറഞ്ഞാൽ സഹനം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊട്ടിത്തെറിക്കേണ്ടിടത്ത് ശാന്തമായിരിക്കുക, ചൂടാവേണ്ടിടത്ത് ചൂടാവാതിരിക്കുക. ഇങ്ങനെയുള്ള ഈ പരിപാടി പടച്ച റബ്ബിന് വലിയ താല്പര്യമാണ്. മാത്രമല്ല നിന്റെ സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, നരകം നിനക്ക് ഹറാമാവുന്ന പരിപാടിയാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു തൻ്റെ മകനെ വിളിച്ച് ചോദിക്കുകയാണ്, യാ ബുനയ്യ മൻ അഫാ സാദ, മകനെ ആരെങ്കിലും നിന്നെ വികൃതി കാണിച്ച് നിനക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞ് ഇഷ്ടമില്ലാത്തത് പ്രവർത്തിച്ച് നിന്നെ വേദനിപ്പിച്ചാൽ നീ അവന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ആരെങ്കിലും വിട്ടുവീഴ്ച മനോഭാവമുള്ളവരാണെങ്കിൽ ഫഖദ് സാദ, അവൻ ജനങ്ങളുടെ നേതൃപദവിയിലേക്ക് ഉന്നതമായ പദവിയിലേക്ക് അവൻ ഉയർന്നു വരും, വിട്ടുവീഴ്ചയുള്ളവനാണെങ്കിൽ. വമൻ ഹാലിമ ആലുമ, എത്ര വലിയ വേദനകൾ വന്നാലും വിമർശനങ്ങൾ വന്നാലും കൂളായി ശാന്തമായി ഇരുന്നാൽ ആലുമ, അവൻ മഹാനായി മാറി. വമൻ തജാവദസ്തമാല ഇലൈഹിൽ ഖുലൂബ്, വിട്ടുവീഴ്ചക്കാരിലേക്ക് മനുഷ്യരുടെ ഹൃദയങ്ങൾ ചായ്ഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലരും നമ്മെ കല്ലെറിയാനാ ശ്രമിക്കുക. ആ സമയത്ത് ആ കല്ലേറൊക്കെ കൊണ്ട് ശാന്തമായി ഇങ്ങനെ നിന്നാൽ ജനങ്ങളുടെ ഹൃദയങ്ങൾ നിന്നിലേക്ക് ചാഞ്ഞു വന്നുകൊണ്ടിരിക്കും. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനം. പ്രവാചകൻ പറഞ്ഞു, ഇന്ന ഫീക ഖസ്ലതൈൻ യുഹിബ്ബുഹുമല്ലാഹ്,
അൽ ഹിൽമു വൽ അനാത്ത്. നിന്നിൽ രണ്ട് കാര്യമുണ്ട്, ഹിൽമും അനാത്തും. നേരത്തെ പറഞ്ഞ ആ രണ്ട് കാര്യങ്ങൾ അല്ലാഹ് ഇഷ്ടപ്പെടുന്നതാണ്. അല്ലാഹ് ഇഷ്ടപ്പെടുന്നു എങ്കിൽ ജനങ്ങളുടെ ഹൃദയം നമ്മിലേക്ക് ചായ്ഞ്ഞു നിൽക്കുമെന്ന് പരിശുദ്ധമായ പ്രവാചകന്റെ വചനങ്ങളിൽ പോലും നമുക്ക് കാണാം. വാനലോകത്ത് മലക്കുകളോട് അല്ലാഹു തആല പറയും, എൻ്റെ അടിമയെ ഭൂമിയിൽ ഞാൻ ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ അവൻ ഇഷ്ടപ്പെടുക. അവരിഷ്ടപ്പെട്ടാൽ ഭൂമിയിലുള്ള ആളുകളുടെ സ്നേഹം അവന് ലഭ്യമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ ഖൈസ് ബിൻ ആസിം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെടുകയാണ്, മൽ ഹിൽം, എന്താണ് ഹിൽം? നമ്മൾ പറഞ്ഞാൽ എന്താണ് സഹനം എന്ന് ചോദിക്കും. മഹാനവറുകളുടെ മറുപടി, അൻതസുല മൻ ഖതഅക്, നിന്നോട് ബന്ധം വിച്ഛേദിക്കുന്നവരോട് നീ ബന്ധം കൂട്ടിച്ചേർക്കുക. വതുഅതി മൻ ഹറമക്, നിന്നെ തടയുന്നവർക്ക് നീ നൽകുക. നിന്റെ അവകാശം തടഞ്ഞു വെച്ച ആളുകൾ, അവർക്ക് അവരുടെ അവകാശം നീ നൽകുക. വതഅഫു അമ്മൻ ളലമക്, നിന്നെ ആക്രമിച്ചവന് നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. ഇതാണ് സഹനം. അത് ഒരു വിധം ആളുകൾക്ക് പ്രയാസകരമായ കാര്യമാണ്. മനസ്സിൽ നിന്ന് പോയി കിട്ടില്ല. എന്തിനാ അത് മനസ്സിൽ വെക്കുന്നത്? ആ വിഷമം മനസ്സിൽ വെച്ചാൽ സ്വർഗത്തിൽ കയറാൻ പറ്റൂല. അല്ലാഹ് എന്താ പറഞ്ഞ, സ്വർഗത്തിലേക്ക് കയറേണ്ട സമയത്ത് ആളുകളുടെ മനസ്സിൽ റില്ല്, പകകൾ, പോരുകൾ ഉള്ളവരെ അതിൻ്റെ ഉള്ളിൽ കയറ്റൂല. അത് നീക്കിക്കളഞ്ഞതിന് ശേഷമേ സ്വർഗത്തിലേക്ക് കയറ്റുകയുള്ളൂ. അത് നീക്കപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നുണ്ടാവണം എന്നർത്ഥം. അതുപോലെ ഹസൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാം, അൽ മുഅ്മിനു ഹലീമുൻ ലാ യജ്ഹലു ഇൻ ജഹിലൻ നാസു അലൈ. ഒരു മുസ്ലിം അവൻ ഹലീമാണ്, സഹനമുള്ളവനാണ്. വിഡ്ഢികൾ അവന്റെ മുന്നിൽ വിഡ്ഢിവേഷം കെട്ടിയാൽ അവൻ വിഡ്ഢിവേഷം കെട്ടുകയില്ല. അവൻ ശാന്തനായി സഹനത്തോടുകൂടി അവന്റെ മുന്നിൽ നിൽക്കും. എന്നിട്ട് മഹാനവറുകൾ സൂറത്ത് ഫുർഖാനിൽ നിന്നുള്ള ആയത്തോതുകയാണ്, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അല്ലാഹുവിൻ്റെ അടിമകൾ ഭൂമിയിൽ വിനയാന്വിതരാണ്. അവരോട് അവിവേകികളായ ആളുകൾ വല്ല തോന്നിവാസവും പറഞ്ഞാൽ ഖാലൂ സലാമാ, അവർ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള നല്ല എന്തെങ്കിലും വാക്ക് പറഞ്ഞു ഒഴിവാകും. ഇത് വിശ്വാസികളുടെ, അള്ളാന്റെ അടിമകളുടെ സ്വഭാവമാണ്. ഒരു സലഫി എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക, ബദരീങ്ങളെ കാക്കണേന്ന് പറയാതിരിക്കുക, സുബൈക്ക് കുനൂത്ത് ഒഴിവാക്കുക, നിസ്കാരശേഷമുള്ള കൂട്ടപ്രാർത്ഥന ഒഴിവാക്കുക. ഇങ്ങനെ ഒഴിവാക്കിയ ആൾ സലഫിയായി എന്ന് ആരും വിചാരിക്കണ്ട. സലഫി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സലഫിയത്താണ്. നമ്മുടെ ഹൃദയങ്ങളെ വിനയമുള്ള ഹൃദയമാക്കുകയും മനുഷ്യർ വിവരമില്ലാത്ത ആളുകൾ വിവരക്കേട് കാണിച്ചാൽ അവരോട് സഹനം കാണിക്കുകയുമാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അതേ സ്ഥാനത്ത് ജാഹിലിയ കാലത്തുള്ള കവികളെ സംബന്ധിച്ചിടത്തോളം അംർ ബിൻ കുൽസൂമിനെ പോലെയുള്ള ആളുകൾ ഈ ഹിൽമിന് എതിരായി പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ജാഹിലിയ കാലത്ത്. എന്താ? അലാ ലാ യജ്ഹലന്ന അഹദുൻ അലൈനാ ഫനജ്ഹലു ഫൗക ജഹ്ലിൽ ജാഹിലീനാ. ആരും എൻ്റെ മുന്നിൽ വന്ന് വിഡ്ഢിവേഷം കെട്ടി അനാവശ്യം പറഞ്ഞു പോകരുത്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ പമ്പര വിഡ്ഢിവേഷം കെട്ടും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആളുകളെ ഹരം കൊള്ളിച്ചിരുന്ന കാലം ജാഹിലിയ കാലത്താണ്. പക്ഷേ അത് ആ ജാഹിലിയ കാലം ഇന്ന് നമ്മിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. എന്നെ എങ്ങോട്ട് പറഞ്ഞ ഞാൻ വെറുതെ വിടൂല എന്നുള്ളത് രാഷ്ട്രീയത്തിൻ്റെ സംസ്കാരമാണ് നമ്മുടെ നാട്ടിൽ. രാഷ്ട്രീയക്കാരുടെ ചർച്ചകൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കേൾക്കാറുള്ള ഒരു വേടെന്താ, ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചങ്ങോട്ട് നന്നായി കിട്ടും. അത് ആങ്കർ എന്ത് ചെയ്യും, ആ കാര്യം തന്നെയല്ലേ പറഞ്ഞത്. എന്നാൽ ഇസ്ലാമിൽ അത് കാര്യക്കട. അത്തരം ചർച്ചകളുടെ ആധിക്യം കൊണ്ട് മനുഷ്യ മനസ്സുകളിൽ നിന്ന് ഹിൽമ്, വിനയം ഉയർത്തപ്പെട്ടിരിക്കുകയാണ് ഇന്ന്. മഹാനായ റബീബിന് ഹൈസം പറയുകയാ, അന്നാസു റജുലാൻ, മനുഷ്യർ രണ്ട് വിഭാഗമാണ്, രണ്ട് മനുഷ്യരാണ്. ഒന്ന് ആഖിലുൻ വജാഹിലുൻ, ഒന്ന് ബുദ്ധിയുള്ളവനും ഒന്ന് വിവരമില്ലാത്തവനും. ബുദ്ധിയുള്ളവനാരാ?
ബുദ്ധിയുള്ളവനെ നീ ഉപദ്രവിക്കാൻ പോകരുത് കേട്ടോ, അവനെ ഇടങ്ങേറാക്കരുത്. ബുദ്ധിയുള്ളവൻ എന്ന് പറഞ്ഞാൽ സഹനമുള്ള, മാന്യമായി അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യണ്ടല്ലോ, ആ മനുഷ്യനെ ഇടങ്ങേറാക്കാൻ നീ പോകരുത് എന്നർത്ഥം. അത് നിനക്ക് പണി കിട്ടുന്നതാണ്. അവൻ ചിലപ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടാവൂല. ഒരു വിവരമുള്ള, മാന്യനായ, സമൂഹത്തിന് ആവശ്യമുള്ള ഒരു മനുഷ്യനെ നമ്മൾ ഇടങ്ങേറാക്കിയാൽ നമ്മൾ ഇരിക്കുന്ന കൊമ്പ് വെട്ടി വീഴ്ത്തി നമ്മളും കീപ്പോട്ട് ഊര കുത്തി വീഴുന്നത് പോലെയുള്ള ദുരന്തമുണ്ടാകും. ഒരു കുടുംബത്തിലെ വാപ്പ, ആ വാപ്പയ്ക്ക് വേണ്ടുന്ന ഊർജം നൽകുന്നതിന് ബദൽ ആ മക്കൾ അദ്ദേഹം ഇടങ്ങാറാകാനുള്ള കളിയാണ് കളിക്കുന്നതെങ്കിൽ കഥ കഴിഞ്ഞതുപോലെ. സമൂഹത്തിൽ മനുഷ്യവർഗത്തിലെ ബുദ്ധിജീവികളും മാന്യന്മാരും സഹനമുള്ളവരുമായ ആളുകളെ നിങ്ങൾ ഉപദ്രവിച്ചാൽ അത് നിങ്ങൾക്ക് വലിയ ദുരന്തമായിരിക്കും. അമ്മൽ ജാഹിലു ഫലാ തുജാരി, വിവരമില്ലാത്ത വിഡ്ഢികളായ ആളുകൾ, അവരെ കൂടെ കൂടാൻ നീ നിൽക്കരുത്. മഹാനവറുകൾ പറയാം, എന്താണ് അവരെ കൂടെ കൂടിയാൽ? അവരെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് അഴിഞ്ഞാടാനുള്ള അവസരം നമ്മൾ കാരണമായി ഉണ്ടായി പോവരുത്. വിവരമില്ലാത്ത ആളുകൾ എന്ത് വിവരക്കേട് കാണിച്ചാലും നമ്മൾ അതിന് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തും ചെയ്യാം. അതേ സ്ഥാനത്ത് നമ്മൾ അവരുടെ മുമ്പിൽ സ്വല്പം അകലത്തിലാണ്. തോന്നിവാസങ്ങൾ ചെയ്യുമ്പോൾ ഇദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ, എന്തെങ്കിലും വിചാരിക്കുമല്ലോ എന്ന ചിന്ത അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഒരു അടക്കവും ഒതുക്കവും ഉണ്ടാകും. അപ്പോൾ സഹനമുള്ള, ബുദ്ധിയുള്ള ആളുകൾ ഒരു വിഭാഗം, മറ്റൊരു ഭാഗത്ത് സഹനമില്ലാത്ത, ബുദ്ധിയില്ലാത്ത, വിവരമില്ലാത്ത ആളുകൾ. അതുകൊണ്ട് വിവരമില്ലാത്ത ആളുകളോട് നീ അടുക്കാൻ പോവരുത്. കൃത്യമായൊരു ധാരണ നമുക്കുണ്ടാവേണ്ടതാണത്. നല്ല വിവരമുള്ള, സമൂഹത്തിന് ആവശ്യമുള്ള ആളുകളെ ഇടങ്ങേറാക്കാനും പോവരുത്. രണ്ടിനും ദുരന്തങ്ങൾ വളരെ വലുതാണ്. അതുപോലെ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഇറാബത്ത് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ബിമ സുത്ത ഖൗമക്, എങ്ങനെയാണ് നിന്റെ ജനതയ്ക്ക് നീ നേതാവായി നിന്നു കൊടുത്തത്? എങ്ങനെയാണ് നിനക്ക് ഈ ആളുകളെ നിന്റെ കയ്യിൽ ഒതുക്കാൻ സാധിച്ചത്? മഹാനവറുകൾ നൽകിയ മറുപടി, അഹ്ലമു അൻ ജാഹിലിഹിം, എൻ്റെ ജനതയിലെ വിഡ്ഢികളായ ആളുകൾ എന്ത് വൃത്തികേട് കാണിച്ചാലും അവനോട് പൊട്ടിത്തെറിച്ച് അവനെ ഇടങ്ങാറാക്കാൻ ഞാൻ പോവില്ല. വളരെ ശാന്തമായ നല്ല ഭാഷ. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ ഒരാൾ മൂത്രയിച്ചു, സഹാബാക്കൾ ആകെ ബഹളം ഉണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിട്ടള, വിഷയാക്കട്ട. അദ്ദേഹത്തെ സ്വകാര്യമായിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട്, മോനെ ഇത് പള്ളി ഈ ബാത്തിരിക്കാല്ല, മൂത്രയിക്കാല്ല കേട്ടോ എന്ന് പറഞ്ഞ ആൾക്ക് കാര്യം മനസ്സിലായി. അപ്പം ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യും? വിവരമില്ലാത്ത ആളുകളോട് വളരെ ശാന്തമായി സഹനത്തോടെ ഞാൻ പെരുമാറും. പിന്നെയോ സായിലഹും, എന്തെങ്കിലും ചോദിച്ചു വരുന്ന ആളുകൾക്ക് എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും, ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ ഇല്ല എന്ന് അവരെ ഞാൻ ധരിപ്പിച്ചുകൊണ്ട് തന്നെ അവരെ മടക്കി വിടും. പിന്നെയോ വസാഫി ഹവാഇജിഹിം, അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനതിൽ അവരെ കൂടെ നിന്ന് കൊടുക്കും. ഒരു റേഷൻ കാർഡ് ശരിയാക്കാൻ വീട്ടിൽ നിന്ന് പോകാൻ ആളില്ല, അപ്പോൾ ഞാനെന്ത് ചെയ്യും? എന്നാൽ ഞാൻ പോയി പോളാം. അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ട്, അതൊന്നും ചില്ലറ കാര്യമല്ല. നമുക്കൊരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവൻ്റെ കൂടെ പോയി കൊടുക്കുക, അവന് വേണ്ടി, ആ കാര്യത്തിന് വേണ്ടി ഓഫീസുകളിലേക്ക് പോവുക, അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ്. ഇങ്ങനെയാണ് എൻ്റെ ജനത എനിക്ക് വഴങ്ങിയത് എന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, സഹനം എന്നുള്ളത് ഒരു വെറും വർത്താനമല്ല, നമ്മുടെ സ്വർഗത്തേക്ക് കടക്കാനുള്ള വഴിയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയുമാണ്. മാത്രമല്ല ഇത് അള്ളാഹുവിൻ്റെ സിഫത്താണ്. ഹലീം എന്നുള്ളത് പടച്ച റബ്ബിൻ്റെ സിഫത്തല്ലേ? അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടതാണ് ഹലീം എന്നുള്ളത്. ഖുർആൻ പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അള്ളാഹ്ക്ക് ഉത്തമമായ നാമമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യ്. അതിൽപ്പെട്ടൊരു നാമമാണ് ഹലീം എന്നുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കില്ലേ കർബിൻ്റെ ദുആ? ഒരു പ്രയാസഘട്ടം വന്നാൽ നമ്മൾ എന്താ പ്രാർത്ഥിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം. അള്ളാഹുവിൻ്റെ ഹലീം എന്നുള്ള സിഫത്തിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നാം പറഞ്ഞു വരുന്നത്, സഹനം
എന്നുള്ളത് വിശ്വാസിയുടെ മുഖമുദ്ര എന്ന് പറയുമ്പോൾ നമുക്ക് സ്വർഗത്ത് കടക്കാനുള്ള വഴി എന്ന് തന്നെ മനസ്സിലാക്കണം. ഇമാം ഖുർത്തുബി പറയാ, ഫമിനൽ വാജിബി അലാ മൻ അറഫ അന്ന റബ്ബഹു ഹലീം. ഒരു മനുഷ്യൻ അവൻ്റെ റബ്ബ് ഹലീമാണ്, സഹനമുള്ളവനാണ് എന്ന ഗുണം അല്ലാഹ്ക്കുണ്ട് എന്നാരെങ്കിലും മനസ്സിലാക്കിയാൽ, അലാമൻ നസാഹു, പടച്ച തമ്പുരാന് എതിര് പ്രവർത്തിക്കുന്ന ആളുകളോട്, റബ്ബിൻ്റെ ചോറ് തിന്നുന്നവൻ, റബ്ബിൻ്റെ ഭൂമിയിൽ ജീവിക്കുന്നവൻ, റബ്ബിൻ്റെ ഓക്സിജൻ ആസ്വദിക്കുന്നവൻ, ഇവർ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹ് അവരോട് സഹനത്തോടെ പെരുമാറുന്നു എന്ന് ഉറപ്പുള്ള മനുഷ്യരെ, നിങ്ങൾക്ക് നിർബന്ധമാണ് ഫദാക ബിഹി ഔലാ ഹത്താ യകൂന ഹലീമ, ഓരോ മനുഷ്യനും ഞാനും സഹനമുള്ളവനാവണമെന്ന് ഓർമ്മ വേണം. പടച്ച റബ്ബിൻ്റെ ബാബരി മസ്ജിദ് തകർത്ത ആ ആളുകൾക്ക് ഭക്ഷണം നൽകുന്നവൻ അള്ളയാണ്, അവർക്ക് ആരോഗ്യം നൽകുന്നവൻ അള്ളയാണ്. ആയിരക്കണക്കായ മുസ്ലിങ്ങളെ കൂട്ടക്കൊല നടത്തിയ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് ഭക്ഷണവും വെള്ളവും സൗകര്യമൊക്കെ നൽകുന്നവൻ അള്ളയാണ്. അപ്പോൾ ആ അള്ളാഹുവിന് എതിര് പ്രവർത്തിച്ച ആ ആളുകളോട് ഹിൽമ്, സഹനം കാണിക്കുന്ന പടച്ച റബ്ബ്, റബ്ബിന് അങ്ങനെ സഹനം കാണിക്കാം, പക്ഷെ നമുക്ക് പറ്റൂല. അത് ആലോചിച്ച് നോക്കൂ. ഒരാളത്തെ ഒരു തെറ്റ് കാണിച്ചാൽ അവനെ കൈകാര്യം ചെയ്തേ നമ്മൾ അടങ്ങും. പെട്ടെന്ന് നമ്മുടെ രക്തം പതച്ചു പോകും. ഞാനൊരിക്കൽ എപ്പോഴും ഓർത്തു പോവുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ ഒരു മഹല്ലത്തിൽ APK പ്രശ്നം, ഞാൻ സമസ്തയിലുള്ള കാലത്താണ്. അപ്പോൾ സമസ്തയിൽ ഇത്തരം പ്രശ്നം ഉണ്ടാകുമ്പോൾ സമസ്തയുടെ ജില്ലാ നേതാക്കന്മാരൊക്കെ ആണ് അതിന് റിട്ടേണിംഗ് ഓഫീസർമാരായിട്ട് ഉപയോഗിക്കുക. അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ റിട്ടേണിംഗ് ഓഫീസറായി ചെല്ലുകയാണ്. 2 വിഭാഗം ആളുകൾ. അപ്പോൾ 2 വിഭാഗത്തിൽ നിന്ന് ഓരോരുത്തരോട് ഇങ്ങനെ അഭിപ്രായം പറയിപ്പിക്കുകയാണ്. ഒരു ലൈനായിട്ട് ഇങ്ങനെ ഒരാൾ അഭിപ്രായം പറഞ്ഞു, പിന്നെ അടുത്ത ആൾ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ അവസാനം ഒരാൾ അഭിപ്രായം പറഞ്ഞതിന് എതിരെ വേറൊരുത്തർ അഭിപ്രായം പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ ആൾ വീണ്ടും ചാടി എണീറ്റ് അയാളെ ഖണ്ഡിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാവരുടെയും അഭിപ്രായം കഴിയട്ടെ, നിങ്ങൾ രണ്ടാമത് ഇപ്പം തന്നെ പറയല്, എല്ലാവരും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറയാതെ അവസരമുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. ഇയാൾ എനിക്കിതൊരു അറ്റാക്ക്, താങ്കൾ ആരോടൊന്ന് ചോദ്യം ചെയ്യുന്ന പൊട്ടിത്തെറിച്ചു. സത്യത്തിൽ അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒരു 10-22 വർഷം മുമ്പാണല്ലോ, അന്നൊക്കെ നമ്മൾക്കും അറിയാതെ BP കൂടുമല്ലോ. അപ്പോൾ അദ്ദേഹത്തോടൊരു നല്ലൊരു പ്രതികരണം നടത്തിയിട്ട് അദ്ദേഹത്തെ ഒന്ന് കൈകാര്യം ചെയ്യാനുള്ള ആഗ്രഹം, മനുഷ്യൻ്റെ ദുർബലത നമ്മുടെ മനസ്സിൽ വന്നു. പക്ഷേ അപ്പോൾ കാസറിന് ബാങ്ക് കൊടുത്താൽ പിന്നെ മിണ്ടൂല അവിടെ നിന്ന്. ബാങ്ക് ഇങ്ങനെ കഴിയാനായപ്പോഴേക്ക് എനിക്കിങ്ങനെ തോന്നി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുമ്പോൾ നമ്മളെന്തിന് ഹലാക്കുണ്ടാക്കണം, മിണ്ടണ്ട. ഞാൻ ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, ഞാൻ അടുത്ത ആളെ അഭിപ്രായം പറയും. അയാൾ വന്നിട്ട് പറഞ്ഞു, ഈ മമ്മൂനെ കൈകാര്യം ചെയ്യാതെ വിടാൻ പാടില്ല, അധ്യക്ഷനെ അപമാനിച്ചിട്ടുണ്ട് കാരണം അയാൾ. പിന്നെ അടുത്ത ആളോട് അഭിപ്രായം, അയാൾ എല്ലാവർക്കും പിന്നെ ഇയാളെ കൊന്ന് കുഴിച്ച് മൂടിയിട്ടേ അടങ്ങുള്ളൂ എല്ലാവരും പാടെ. അതിൽ അവസാനം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ പ്രശ്നമല്ലേ, അത് നമുക്ക് തീരുമാനിച്ചിട്ട് പിന്നെ രണ്ടാമത് അയാളുടെ പ്രശ്നം നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ ചർച്ച ഇങ്ങനെ കഴിഞ്ഞ് ലാസ്റ്റ് ഇനിയിപ്പോൾ മൂപ്പര പ്രശ്നമല്ലേ ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിന് ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്, ഞാൻ പുറത്തു കൊടുത്താലേ എൻ്റെ റബ്ബും അദ്ദേഹത്തിന് പുറത്തു കൊടുക്കും, നിങ്ങൾക്ക് പുറത്തു കൊടുക്കണേന്ന് വല്ല പ്രശ്നമുണ്ടോ? അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ അന്തം വിട്ടുന്നു. ഈ മനുഷ്യൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചൊരു നിലവിളി, അതോടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ തോന്നിയാസം പറയാന്നുള്ളത് നമ്മളല്ല, അറിയാതെ ചെറുത്താൻ കയറിയിട്ട് നമ്മളെ കൂടെ പറയിപ്പിക്കണതാണ്. പക്ഷെ ആ സമയത്ത് ഒരാളിലൊരു ശൈത്താൻ കയറിയാൽ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ബുദ്ധിയുള്ള മനുഷ്യന്മാരൊക്കെ കൂടെ ശൈത്താൻ്റെ കോലം കെട്ടിയാലോ? ഒരാൾ ഈ കൂട്ടത്തിലിരിക്കുന്ന ഒരാൾ നമ്മളോട് അങ്ങോട്ട് പൊട്ടിത്തെറിച്ച്, അപ്പോൾ നമ്മളൊക്കെ പാട് കൂട്ടി അദ്ദേഹത്തോടും പൊട്ടിത്തെറിച്ചാൽ എല്ലാവരും ഒരുപോലെയായി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യരാണ്, ദുർബലതകൾ ഉണ്ടാവും. എന്ത് തോന്നിവാസങ്ങൾ ആരിൽ നിന്ന് കണ്ടാലും മനുഷ്യനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൽ വിശ്വസിച്ചവനാണ്. എൻ്റെ ഒരു ബാധ്യത എൻ്റെ സ്വർഗത്തേക്ക് കടക്കുക എന്നുള്ളതാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് അള്ളാൻ്റെ ഒരു ഗുണമാണ് ഹലീം, സഹനമുള്ളവൻ എന്ന അള്ളാൻ്റെ ഗുണമാണ്. ആ റബ്ബിൻ്റെ കൽപ്പനകൾ ധിക്കരിക്കുന്നവരെ പടച്ച തമ്പുരാൻ സഹനത്തോടെ കൈകാര്യം ചെയ്യുന്നു എങ്കിൽ എനിക്കെന്താ? ആ ഒരു ബോധം നമുക്ക് വേണം. വീട്ടിലെ ഭാര്യാഭർത്താക്കന്മാർ, പ്രശ്നങ്ങൾ, മക്കളും മാതാപിതാക്കളും അയൽവക്കക്കാരും ഗുരുനാഥന്മാരും കോളേജ് കമ്മിറ്റിയും രാഷ്ട്രീയ എപ്പോഴേയും പ്രശ്നങ്ങളുടെ ഒരു കൂത്തരങ്ങാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ നിന്ന്
ഹെൽമി എന്ന് പറയുന്ന സഹനം എന്ന് പറയുന്ന ഗുണം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ റസൂല് സഹാബാക്കളെ നിസ്കാരത്തിന് ലൈനായിട്ട് നിർത്തും. എന്നിട്ട് ലൈനായിട്ട് നിർത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ എന്താരോ, ലിയലിയനി മിൻകും ഉലുൽ അഹ്ലാം, നിങ്ങളിൽ നിന്ന് ഹെൽമുള്ള, നല്ല സഹനമുള്ള, നല്ല ബുദ്ധിയുള്ള, വിവേകമുള്ള ആളുകളുടെ അടുത്തേക്ക് കട്ടയാറി. ഇമാമിൻ്റെ തൊട്ട് ബാക്കിൽ ഇപ്പോൾ നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ കാണാം, ജമാഅത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഇമാമിൻ്റെ തൊട്ട് ബാക്കിൽ ആരാ പോയിരിക്കുക? ആ കൂട്ടത്തിലെ ഏറ്റവും വിവേകമുള്ള, ഹെൽമുള്ള, അറിവുള്ള ആളാണ് നിൽക്കേണ്ടത്. പക്ഷേ എല്ലാ അണ്ടനും അടകൊടനും അവിടെ പോയി, ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഏതായിരുന്നാലും പ്രവാചകൻ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ആളുകൾ നിൽക്കണം, സഹനമുള്ളവർ നിൽക്കണം. നബി പഠിപ്പിക്കുക സഹാബാക്കളോട്. ഇങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വലിയ അക്രമങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടായാലും പ്രവാചകൻ എന്ത് കാണിക്കുന്നു വെച്ചാൽ സഹനത്തെയാണ് ജനങ്ങളുടെ മുന്നിൽ വെക്കുക. പ്രവാചകൻ ആരെങ്കിലും കല്ലെടുത്തെറിയാൽ ഒരു പ്രശ്നം ഉണ്ടാക്കുക, അതിൻ്റെ പേരിൽ പ്രവാചകൻ ആർക്കെതിരെയും ശിക്ഷാ നടപടികളുമായിട്ട് വരില്ല. നമുക്കറിയാം, തായിഫിൽ ചെന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിച്ചവർ പർവ്വതങ്ങളുടെ ചുമതലയുള്ള മലക്കുകൾ വന്നിട്ട് പറഞ്ഞു, നബിയെ അവരെ നശിപ്പിക്കാം, ഈ പർവ്വതങ്ങൾ അവരുടെ തലയെ കൂടെ മറിച്ചിടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അനുകൂലമായി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് തകർക്കുന്ന രൂപത്തിലുള്ള പ്രശ്നം വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹിൻ്റെ വഹി വരും, അവിടെ വെറുതെ വെക്കാൻ പറ്റില്ല, ഇടപെടണം നിങ്ങൾ. അപ്പോൾ നബി ഇടപെടും. എന്നാലും നബിക്ക് സങ്കടമാണ്. നോക്കൂ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിൽ നബി പറഞ്ഞൊരു വർത്താനുണ്ട്, എപ്പോഴും നമ്മുടെ മനസ്സിൽ അതിങ്ങനെ ഓളം തള്ളി വരും. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളുടെ ഉംറ സംഘം ഉഹദിലെത്തി. ആ സ്ഥലം ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് തേട്ടി വരും. റസൂലുള്ള പറഞ്ഞെന്താരോ, നബി തങ്ങൾക്ക് വലിയ പരിക്കേറ്റു. നബിയുടെ ശത്രുവിനെ പ്രവാചകൻ വധിക്കേണ്ടി വന്നു. നബിൻ്റെ കൈ കൊണ്ട് ഒരു മുശ്രിക്കിനെ കൊല്ലേണ്ടി വന്നു, ഉബയ്യ് ഇബ്നു ഖലഫിനെ. ഉബയ്യ് ഇബ്നു ഖലഫ് പറഞ്ഞു, മുഹമ്മദിനെ ഞാൻ കൊല്ലാതെ വിടൂല എന്ന് പറഞ്ഞു. അവൻ റസൂലുള്ളാഹിയെ കൊല്ലും തന്നെ ഉറപ്പാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ വഹി വന്നു, നബിയെ നിങ്ങളവനെ കൈകാര്യം ചെയ്യണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു ഖലഫിനെ പ്രവാചകന്റെ സ്വന്തം വാളുകൊണ്ട് വകവരുത്തി. എന്നിട്ട് റസൂലുള്ള പറയാണെന്തറിയോ, ഇസ്തദ്ദ വലബുല്ലാഹ് അലാ റജുലിൻ യഖ്തുലുഹു റസൂലുള്ളാഹ്. അള്ളാന്റെ റസൂല് വധിക്കുന്ന ഒരു മനുഷ്യൻ, റസൂലുള്ളാന്റെ കൈ കൊണ്ട് വധിക്കപ്പെടുന്ന മനുഷ്യൻ, അവനെതിരെ അള്ളാഹുവിൻ്റെ ദേഷ്യം കഠിനമാണ്. പ്രവാചകൻ ആ വേദന പ്രകടിപ്പിക്കുകയാണ്. മഹാനവറുകൾ പറയുന്നു, റസൂലുള്ളാഹിന്റെ മുഖത്തിന് അടിച്ചിട്ട് മുഖത്തുനിന്നും രക്തമൊഴിക്കുക. ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ അള്ളാഹുവിൻ്റെ കോപമുണ്ട് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സങ്കടത്തോടുകൂടെ പ്രതികരിക്കുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇതെല്ലാം കാണാം. മഹാനായ സഹൽ ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു പറയാ, മൂപ്പരോട് നബിക്ക് ഉഹദിൽ എന്തൊക്കെ പറ്റിയത് എന്ന് ചോദിച്ച ആളുകൾ. അപ്പോൾ മഹാനവറുകൾ പറയുന്നത് എന്തറിയോ, ഇന്നി ലഅരിഫു മൻ കാന യഗ്സിലു ജുർഹ റസൂലില്ലാഹ്. നബിക്ക് ഉഹദിൽ അടി കൊണ്ടിട്ട് നബിൻ്റെ ശരീരത്തിലെ ആ മുറിവുകൾ കഴുകി വൃത്തിയാക്കിയവരാരാണെന്ന് എനിക്കറിയാം. വമൻ കാന യക്സുബുൽ മാ, നബിന്റെ ശരീരത്തിലെ മുറിവിങ്ങനെ കഴുകുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്ന ആളാരാണെന്ന് എനിക്കറിയാം. വബിമാ ദുവിയ, റസൂലുള്ളാഹിയുടെ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടിയവരാരാണെന്ന് എനിക്കറിയാം. കാനത്ത് ഫാത്തിമത്തു തഗ്സിലുഹു അലി ഇബ്നു അബീ താലിബ് യക്സുബുൽ മാ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇങ്ങനെ കഴുകുമ്പോൾ അലി റളിയല്ലാഹു അൻഹു വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫലമ്മാ റഅത് ഫാത്തിമത്തു അന്നൽ മാ ലാ യസീദു ദമ ഇല്ലാ കസറ. ഫാത്തിമ ബീവിക്ക് ഉറപ്പായി വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് രക്തം കൂടി വരികയാണ്. അങ്ങനെ വന്നപ്പോൾ മഹദി ചെയ്തത്, അഖദത് ഖിത്അതൻ മിൻ ഹസീരിൻ ഫഹറകത്ഹാ വഅൽസഖത്ഹാ ഫസ്തംസകത് ദം. ഫാത്തിമ റളിയല്ലാഹു അൻഹ പായയുടെ ചെറിയൊരു ഭാഗം മുറിച്ചെടുത്തിട്ട് അത് കത്തിച്ചിട്ട് അതിൻ്റെ വെണ്ണീർ പ്രവാചകന്റെ മുറിവിലിട്ടപ്പോഴാണ് രക്തം നിന്നുപോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തൊക്കെയാ സംഭവിച്ചത്? കുസിറത്ത് റബായിയതുഹു, നബിയുടെ ഉളിപ്പല്ല് പൊട്ടിയിട്ടുണ്ട് അടി കൊണ്ടിട്ട്. വജുരിഹ വജുഹുഹു, പ്രവാചകന്റെ മുഖത്തിന് മുറിവായിട്ടുണ്ട്. വകുസിറത്തിൽ ബൈളത്തു അലാ റഅസിഹി, പടയങ്കി തലയിൽ തകർന്നിട്ട് തലയിൽ മുറിവേറ്റിട്ടുണ്ട്.
വല്ലാത്ത പ്രയാസത്തോടെ പ്രവാചകൻ നടക്കുകയാണ് ഉഹദിൽ. അബൂ സുഫിയാൻ വന്നുകൊണ്ട് പ്രവാചകനെ പറ്റി പറയുകയാണ്, അഫിൽ ഖൗമി മുഹമ്മദ്, മുഹമ്മദ് ഇവിടെ ഉണ്ടോ? അവനൊക്കെ ജീവൻ പോയി, അവനൊക്കെ വധിക്കപ്പെട്ടു, അബൂബക്കറിനെ വധിക്കപ്പെട്ടു, ഉമറിനെ വധിക്കപ്പെട്ടു. എന്നിട്ട് അബൂ സുഫിയാൻ പറയാണ്, യൗമും ബിയൗമി ബദരിൻ വൽ ഹർബു സിജാൽ, നിങ്ങൾ ബദറിൽ ഞങ്ങളെ അടിച്ചതിന് ഉഹദിൽ ഇതാ ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കുന്നു. എന്നിട്ട് അബൂ സുഫിയാൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നക്കും സതജിദൂന ഫിൽ ഖൗമി മുസ്ല, ഇവിടെ ഞങ്ങൾ 70ഓളം ആളുകളെ വധിക്കപ്പെട്ടതിൽ നിങ്ങൾ മുസ്ലത്ത് കാണും, അതിൽ നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കരുത് കേട്ടോ. എന്താ മുസ്ലത്ത് എന്നറിയോ? വയറ് കുത്തി പിളർത്തി കുടൽമാല പുറത്ത് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, അതുപോലെ മൂക്ക് മുറിച്ചിട്ടുണ്ട്, ചെവി അരിഞ്ഞിട്ടുണ്ട്, മുഖം അടിച്ച് തകർത്തിട്ടുണ്ട്, അവയവങ്ങൾ ഛേദിച്ചിട്ടുണ്ട്, ഇഞ്ചിഞ്ചായി നിങ്ങളെ വധിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വയറ് കൊത്തി പിളർത്തി അതിലെ കുടൽമാലകൾ ഞങ്ങൾ പുറത്തേക്ക് ഇറക്കിയിട്ട് നിങ്ങളെ ഞങ്ങൾ അതിഭീകരമായി ആക്രമിച്ച ഈ രംഗമുണ്ടല്ലോ, ഇതിലൊന്നും നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കേണ്ടത് യുദ്ധമാണ്. നിങ്ങൾ ബദറിൽ ഞങ്ങളെ അടിച്ചില്ലേ, അതിന് കണക്കിന് തീർത്തിതാ ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കുന്നു എന്ന് അബൂ സുഫിയാൻ പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും അക്രമികളായ അബൂ സുഫിയാനെയും ടീമിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എങ്ങനെയാ പ്രതികരിക്കുന്നത്? പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ജനതയുടെ മുമ്പിൽ ഓതി കേൾപ്പിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹ് ശുഹദാ ബിൽ ഖിസ്ത്, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളണമേ. ശുഹദാ ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് സാക്ഷ്യം വഹിക്കണം. ലാ യജ്രിമന്നകും ശനാനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ, ഒരു ജനതയോട് നിങ്ങൾക്കുള്ള വെറുപ്പുണ്ടല്ലോ, അമർഷം, അത് നിങ്ങൾ അവർക്കുള്ള നീതി നിഷേധിക്കാൻ കാരണമാവരുത്. ഒരു ജനത നിങ്ങൾക്കെതിരെ അക്രമം അയച്ചു വിട്ടിട്ടുണ്ട്, അവരോട് നിങ്ങൾക്ക് വെറുപ്പാണ്. ആ ജനതയോടുള്ള വെറുപ്പ് കാരണം അവർക്കുള്ള നീതി നിങ്ങൾ നിഷേധിക്കരുത്. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അക്രമിയാണെങ്കിൽ അവനെ കൈകാര്യം ചെയ്യാൻ ഇസ്ലാം ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ വെച്ച് മാത്രമേ നിങ്ങൾക്ക് പണിയെടുക്കാൻ പാടുള്ളൂ, അപ്പുറത്തേക്ക് നിങ്ങൾ പോവരുത്. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് കൃത്യമായും പടച്ച തമ്പുരാൻ കാണുന്നുണ്ട് കേട്ടോ. ഒരു വിഭാഗത്തോട് നമുക്കൊരു വെറുപ്പ്, ഒരു വിഷമം ഇന്ന് സമൂഹത്തിൽ വളരെ കൂടുതലാണ്. കുടുംബങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളിലും മതസംഘടനകളിലും ഒക്കെ ഒരു 25 ആൾ കൂടിയാൽ ഒരു 5 ആൾ ഒരു വയ്ക്ക്, 5 ആൾ ഒരു വയ്ക്ക്, ഇങ്ങനെ അങ്ങോട്ട് തിരിയുന്ന സാഹചര്യങ്ങൾ. എന്നിട്ട് ആളുകളുടെ ഇടയിൽ അറിയാത്ത പകകൾ അങ്ങനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവരുത് കേട്ടോ. ഉണ്ടെങ്കിൽ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് പടച്ച തമ്പുരാൻ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് അണപൈ തീർത്ത് അല്ലാഹു തആല നിങ്ങൾക്ക് പകരം കൈകാര്യം ചെയ്യും നിങ്ങളെ. അപ്പൊ നമുക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ശത്രു എന്ന് പറഞ്ഞൊരു പരിപാടി സഹനമുള്ള മനുഷ്യൻ ഉണ്ടാവില്ല എന്നർത്ഥം. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മക്ക വിജയത്തിന് മുമ്പുള്ള അവസ്ഥ എന്താണ് അവർ ചെയ്തിരുന്നത്? ഇപ്പൊ അബൂ സുഫിയാന്റെ കഥ പറഞ്ഞതുപോലെ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കഅബത്തുൽ തവാഫ് ചെയ്യാൻ ചെല്ലുമ്പോൾ നബിയുടെ കഴുത്തിലേക്ക് വലിയ ഒരു മുണ്ടിട്ടിട്ട് ഒരൊറ്റ മുറുക്കല മുറുക്കിയിട്ട് പ്രവാചകന്റെ കഴുത്തിൽ മുറുക്കി പ്രവാചകനെ വധിക്കാൻ ശ്രമിക്കുകയാണ്. പ്രവാചകന്റെ കണ്ണുരുണ്ട് വരുന്ന രൂപത്തിലുള്ള മുറുക്കൽ. മഹാനായ സുദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചാടി വീണുകൊണ്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, വദഫഅൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, സുദീഖുൽ അക്ബർ പ്രതിരോധിച്ചു. എന്നിട്ട് സുദീഖുൽ അക്ബറിന്റെ മറുപടി എന്താണെന്ന് അറിയോ? അത്തഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, ഒരു മനുഷ്യൻ എൻ്റെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ അദ്ദേഹത്തെ കൊന്നുകളയുകയാണോ? സിദ്ദീഖുൽ അക്ബറിന്റെ ചോദ്യം. അങ്ങനെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തട്ടി മാറ്റിയില്ലായിരുന്നെങ്കിൽ പ്രവാചകൻ അവിടെ വഫാത്താവുകയാണ്. ആ സിദ്ദീഖുൽ അക്ബറിന്റെ പ്രഖ്യാപനം സൂറത്ത് ആഫിറിന്റെ 28-ാം വചനത്തിൽ പടച്ച തമ്പുരാൻ ഖുർആനിന്റെ ആയത്തായി അവതരിപ്പിക്കുകയാണ്. അത്തഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ് വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിർ റബ്ബിക്കും, മനുഷ്യരെ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് ദൃഷ്ടാന്തവുമായി വന്ന മുഹമ്മദ് നബി
എന്റെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ അദ്ദേഹത്തെ കൊന്നുകളയുകയാണോ? നോക്കൂ നിങ്ങൾ, അങ്ങനെയുള്ള ശത്രുക്കളാണ് പ്രവാചകന്റെ മുന്നിലുള്ളത്. മാത്രമല്ല അബൂജഹല്ലാനത്തുല്ലാഹി അലൈഹി പറഞ്ഞത് എന്താ? അയ്യിക്കും യജീഉ ബിസലാ ജുസൂരിൻ ജസൂരി ബനി ഫുലാൻ ഫയലഹു അലാ ലഹ്രി മുഹമ്മദിൻ ഇദാ സജദ. മുഹമ്മദ് കഅബയുടെ അരികിൽ വന്ന് നിസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യുമ്പോൾ അവന്റെ കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാലകൾ കൊണ്ടുവന്നിടണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള തമ്മാടികളോട് ആഹ്വാനം ചെയ്യുന്നു. പ്രവാചകൻ സുജൂദ് കിടക്കുമ്പോൾ എണീക്കാൻ കഴിയുന്നില്ല, കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാലകൾ. ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്ന് അതൊക്കെ എടുത്തു മാറ്റേണ്ടുന്ന സാഹചര്യം. ഇങ്ങനെ എത്ര വേദന. ദാറുൻ നദ്വയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കൊന്നുകളയാൻ തീരുമാനിക്കുന്നു. അവിടെ വധിക്കപ്പെടുമെന്ന ഉറപ്പാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി അവിടെ എണീറ്റ് പോവുകയാണ്. എന്നിട്ട് പ്രവാചകൻ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്ത് കാണാം, പ്രവാചകൻ ഹസ്വറയിൽ വന്നുകൊണ്ട് സങ്കടപ്പെടുകയാണ്. ഹസ്വറ എന്ന് പറഞ്ഞാൽ നമ്മൾ സഫയിൽ നിന്ന് മർവയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിന്റെ ആ ഭാഗം തന്നെ. അവിടെ വെച്ച് പ്രവാചകൻ എന്താ പറയുന്നതെന്ന് അറിയോ? മക്കയോട് സങ്കടത്തോടെ പറയുകയാണ്, വല്ലാഹി ഇന്നകീ ലഖൈറു അർളില്ലാഹ്, മക്ക അല്ലാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും പുണ്യമായ മണ്ണ് നീയാണ്. വഅഹബ്ബു അർളില്ലാഹി ഇലയ്യ, എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ മണ്ണ് നീയാണ്. വല്ലാഹി ലൗലാ അന്നീ ഉഖ്രിജതു മിൻകി മാ ഖറജതു, മക്ക ഈ നാട്ടുകാരെന്നെ ഇവിടെ നാട്ടി ഓടിക്കില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു എന്നും പറഞ്ഞ് പ്രവാചകൻ സങ്കടപ്പെട്ട രംഗങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് വേദനകളും യാതനകളും സഹിച്ച ആ സമുദായത്തെ പ്രവാചകൻ മക്ക ജയിച്ചടക്കിയപ്പോ തൻ്റെ സഖാക്കളെ 70ഓളം ആളുകളെ ഉഹദിൽ കൊന്ന് കൊലവിളി നടത്തിയ അബൂ സുഫിയാനെയും ടീമിനെയും പ്രവാചകൻ മക്ക ജയിച്ചടക്കി വന്നപ്പോൾ എന്താ പറയുന്നത് അവരോട്? എല്ലാവരും പ്രവാചകന്റെ വാൾ ചുവട്ടിലാണ്. ഇനി എല്ലാവരെയും പ്രവാചകന് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാം. മക്കയിൽ വന്നാൽ സ്വാഭാവികമായും എത്രയോ തൻ്റെ അനുയായികളെ ക്രൂരമായി കൊല നടത്തിയ ആളുകൾ, അവരുടെ വയറുകൾ കുത്തിപ്പിളർത്തി കുടൽമാലകൾ പുറത്ത് ചാടിച്ചവർ, അവരുടെ അവയവങ്ങൾ ഇഞ്ചിഞ്ചായി ഛേദിച്ചവർ, അവരുടെ സമ്പത്തുകൾ കൊള്ളയടിച്ചവർ, അവരുടെ മക്കളുടെയും മരുമക്കളുടെയും എല്ലാം അഭിമാനം തകർത്തവർ, ആ ആളുകളുടെ മുമ്പിൽ വന്ന് മക്കയെ ജയിച്ചടത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരോട് പറയുന്ന പ്രഖ്യാപനം എന്താ? യാ മഅ്ശറ ഖുറൈശ് മാ തറൗന അന്നി ഫായിലും ഫീക്കും. ഖുറൈശികളെ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഖുറൈശികളുടെ മറുപടി, ഖൈറ അഖുൻ കരീം വബ്നു അഖിൻ കരീം, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ നല്ലതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഞങ്ങൾ നിങ്ങളെ ഈ രൂപത്തിലൊക്കെ ആക്രമിച്ചിട്ടുണ്ടെങ്കിലും നല്ലത് മാത്രമേ നിങ്ങൾ ചെയ്യൂ എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നോക്കൂ സുഹൃത്തുക്കളെ, അത്രയും ക്രൂരമായി ആക്രമിച്ച ആളുകൾ റസൂലുള്ളാഹിയോട് പറയാൻ നീ നല്ലവനാണ്. ആ സമയത്ത് പ്രവാചകന്റെ മറുപടി, ഇദ്ഹബൂ ഫഅൻതുമുത്തുലഖാ, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങളെ ശിക്ഷിക്കാൻ ഞാനില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ മുന്നോട്ട് പോവാം. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്ത് കാണാം, അബൂ സുഫിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പല്ലടിച്ചു കൊഴിച്ചവനാണ്. അദ്ദേഹത്തിന്റെ പടയാളികളെ വിട്ട് പ്രവാചകന്റെ തലക്ക് പരിക്കേൽപ്പിച്ചു. പ്രവാചകന് വലിയ വിഷമമുണ്ടാക്കി. ആ അബൂ സുഫിയാൻ റസൂലുള്ളാഹിയെ സംബന്ധിച്ച് പറഞ്ഞു, ഇവനെ ഞാൻ കൊന്നിട്ടുണ്ട്, ബദറിന് പകരം ഞാൻ വീട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ അബൂ സുഫിയാനെ സംബന്ധിച്ച് റസൂലുള്ളാഹി മക്ക ജയിച്ചടക്കിയപ്പോ പറയുന്നത്, മൻ ദഖല ദാറ അബീ സുഫിയാന ഫഹുവ ആമിൻ, അബൂ സുഫിയാന്റെ വീട്ടിൽ കയറി അഭയം തേടിയവർക്ക് നാം അഭയം നൽകുന്നു. ആരെയും നമ്മൾ ആക്രമിക്കില്ല, അക്രമികളായി വരുന്നവരെ മാത്രം നമ്മൾ ആക്രമിക്കും. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, മൻ അഗ്ലഖ ബാബഹു ഫഹുവ ആമിൻ, നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ഡോറടച്ച് നിങ്ങളുടെ വീട്ടിലിരുന്നാൽ നിങ്ങളെ നമ്മൾ ആക്രമിക്കില്ല എന്ന് മക്കക്കാരോട് പറഞ്ഞപ്പോൾ മദീനയിൽ നിന്ന് വന്ന അൻസാരികൾ എന്താ പറഞ്ഞെന്നറിയോ? ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീത്ത് കാണാൻ റസൂലുള്ളാഹിനെ പറ്റി പ്രവാചകന്റെ ഏറ്റവും പ്രിയങ്കരന്മാരായ അൻസാരികൾ, പ്രവാചകന് എല്ലാം ചെയ്തു കൊടുത്ത ആളുകൾ, അവര് പറഞ്ഞു നബിയെ പറ്റി, അമ്മർ റജുലു ഫഖദ് അഖദതുഹു റഅഫത്തും ബിഅശീറതി വറഗ്ബത്തും ഫീ ഖറിയതി, ഈ മനുഷ്യനെ
ഇയാളെ നാട്ടിലാണ് വന്നു നോക്കുമ്പോൾ നാട്ടുകാരെ കണ്ടപ്പോഴേക്ക് സ്വഭാവം മാറി, ഇയാളെ കുടുംബക്കാരെ കണ്ടപ്പോഴേക്ക് അയാളുടെ സ്വഭാവം മാറി. എന്തൊക്കെ ലുൽമാണ് ഈ മനുഷ്യന്മാർ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇവർ കണ്ട ലുൽമൊക്കെ ചെയ്തിട്ട് അവർ ഒന്നും കാണിക്കാതെ ഇയാൾ ഇതാ പറയുന്നത് നിങ്ങൾ ഫ്രീ ആണ് വിട്ടോളിയും ഒരു കുഴപ്പമില്ല, എന്ത് തോന്നിയാസാണ് ഈ പറയുന്നത് എന്ന ഭാഷയിൽ അൻസാരികൾ ആ സമയത്ത് പടച്ച തമ്പുരാന്റെ വഹി വരികയാണ്. അള്ളാഹുവിൽ നിന്നുള്ള വഹിയാ വരുന്നത്. നബിയെ, നിങ്ങളുടെ കൂട്ടുകാരായ അൻസാരികൾ പറഞ്ഞ വാക്ക് ഈ മനുഷ്യന്റെ കുടുംബങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം മാറി, അദ്ദേഹത്തിന്റെ നാട്ടുകാരെ കണ്ടപ്പോൾ അയാളുടെ സ്വഭാവം മാറി എന്ന് നിങ്ങളുടെ സഹാബാക്കൾ പറയുന്നു. റസൂലുള്ള അൻസാരികളുടെ അടുത്ത് വന്നു മക്ക ഫതഹാവുന്ന സമയത്ത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞ വർത്താനം എന്താ അറിയോ? ഖുൽതും അമ്മർ റജുൽ ഫഖദ് അഖദതുഹു റഅഫതും ബിഅശീറതി വറഗ്ബതും ഫീ ഖറിയതി. നിങ്ങൾ ഈ വർത്താനം പറഞ്ഞോ? ഞാൻ എൻ്റെ നാട്ടുകാരി എൻ്റെ കുടുംബങ്ങളെയും കണ്ടപ്പോഴേക്ക് എൻ്റെ സ്വഭാവം മാറി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹി അവരോട് ചോദിക്കാം. എന്നിട്ട് പ്രവാചകൻ വളരെ ഗൗരവത്തോടെ ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? അലാ ഫമസ്മീദൻ, എന്താണ് എൻ്റെ പേര് പറ. 3 പ്രാവശ്യം എൻ്റെ പേരെന്താ മക്കളെ പറയൂ. നിങ്ങൾ അൻസാരികളോട് ചോദിക്കുക, ഞാൻ ആരാ, എൻ്റെ പേരെന്താ. 3 പ്രാവശ്യം പ്രവാചകൻ നിരന്തരം ചോദിക്കുക അൻസാരികളോട്, ഞാൻ ആരാ, നിങ്ങൾ ആരെ പറ്റിയായി പറയുന്നത്. അലാ, അറിയണേ, ഫമസ്മീദൻ, എന്താ എൻ്റെ പേര്. സഹാബികൾ തരിച്ചു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നതോ, അന മുഹമ്മദുൻ അബ്ദുല്ലാഹി വ റസൂലു, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലാണ്, അല്ലാഹുവിൻ്റെ അടിമയാണ്, ഞാൻ മുഹമ്മദാണ്, നിങ്ങൾ പറയുന്നവനല്ല ഞാൻ കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് നമ്മെ ഒരാൾ ആക്രമിച്ചാൽ ആ അക്രമിയായ ആളെ സംബന്ധിച്ചിടത്തോളം അവന് എന്ത് ചിന്തകളും ഉണ്ടാവാം, എന്നാൽ ആക്രമിക്കപ്പെട്ടവന് ഞാൻ ആരാണെന്ന് ഓർമ്മ വേണം. ആ സമയത്താണ് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ വന്ന് പേടിച്ച് പറിച്ച് റസൂലുള്ളാഹിന്റെ മുന്നിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഉമ്മുഹാനി പറയാണ്, യാ റസൂലല്ലാഹ് സാമ ബിൻ ഉമ്മി അലിയുൻ അന്നഹു ഖാതിലുൻ റജുലൻ ഖദ് അജർതുഹു. നബി, ഞാൻ ഒരാൾക്ക് അഭയം നൽകിയിട്ടുണ്ട്. വീട്ടിൽ ഒരു ബഹുദൈവ ആരാധകന് എൻ്റെ വീട്ടിൽ ഞാൻ അഭയം നൽകിയിട്ടുണ്ട്, അവനെ കൊന്നുകളയുമെന്ന് എൻ്റെ സഹോദരൻ അലി പറയുന്നുണ്ട് നബിയെ എന്ന് പറഞ്ഞിട്ട് ഉമ്മുഹാനി നിലവിളിക്കുകയാണ്, സങ്കടപ്പെടുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നൽകുന്ന മറുപടി എന്താണോ? അജർനാമൻ അജർത്തി, നീ അഭയം നൽകിയവർക്ക് നാമും അഭയം നൽകുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ചെയ്യുന്നത് എന്താണ്? തൻ്റെ സ്വഭാവം, താൻ ആരാണ് എന്ന് അവരെ പഠിപ്പിക്കുകയാണ്. തൻ്റെ എതിരാളികൾ തന്നെ ആക്രമിച്ചാൽ ആ എതിരാളികളുടെ മുമ്പിൽ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യുന്നത്? ഞാൻ ആരാണ്, ഞാൻ ആക്രമിക്കേണ്ടവനല്ല, ഞാൻ സഹനം കാണിക്കേണ്ടവനാണ്, ജനങ്ങൾക്ക് സ്നേഹം ചൊരിഞ്ഞു കൊടുക്കേണ്ടവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ അതാ പഠിപ്പിച്ചത് നബിയെ. ഖുർആനിൽ നമുക്ക് കാണാം, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ വൽകാലിമീനൽ ഗൈള വൽആഫീന അനിന്നാസ്. പടച്ച തമ്പുരാന്റെ സ്വർഗത്തിൽ പോകുന്ന ആളുകൾ ജനങ്ങൾ തോന്നിവാസം കാണിക്കുമ്പോൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവരാണ്. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞതാ. അത് പ്രവാചകൻ കാണിച്ചു കൊടുത്തേ പറ്റൂ. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, തെറ്റായ പ്രവർത്തനങ്ങളുമായി ആളുകൾ വരുമ്പോൾ അവിടെ നിങ്ങൾ സഹനം കാണിക്കുമ്പോൾ, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുമ്പോൾ ആ ആക്രമികൾ നിങ്ങളുടെ അടുത്ത സ്നേഹിതന്മാരായി മാറും. വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹള്ളിൻ അളീം. ക്ഷമിക്കുന്നവർക്കും നല്ല വിഹിതം കിട്ടിയ ആളുകൾക്ക്, അള്ളാഹുവിന് നല്ല തൗഫീഖും കിട്ടിയ ആളുകൾക്കല്ലാതെ ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. നോക്കൂ നിങ്ങൾ. അപ്പൊ നമുക്കുണ്ടാവേണ്ട സഹനം എന്ന് പറയുന്ന ഗുണം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് സർവ്വ ഫസാദും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. നോക്കൂ നിങ്ങൾ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മോള് ആയിഷ ബീവിയെ പറ്റി മിസ്തഹ് റളിയല്ലാഹു അൻഹു വ്യഭിചാരോപണം നടത്തി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ സംരക്ഷണത്തിലാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു പോകുന്നത്.
മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ അറിയോ? വല്ലാഹി ലാ ഉൻഫിഖു വലാ മിസ്തഹിൻ ഷൈഅൻ അബദാ ബഅദമാ ഖാല ലി ആയിഷ. ആയിഷ ബീവിയെ പറ്റി, എൻ്റെ മോളെ പറ്റി വ്യഭിചാരാരോപണം നടത്തിയ ആൾക്ക് ഇനി 10 പൈസ ഞാൻ കൊടുക്കൂല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. മഹാനായ സിദ്ദീഖുൽ അക്ബറിന്റെ ഈ പ്രഖ്യാപനം വന്നപ്പോ പടച്ച തമ്പുരാൻ തിരുത്തി. എന്താ നിങ്ങൾ പറയുന്നത്, ഇങ്ങനെ പറയരുത് എന്ന് റഹ്മാനായ റബ്ബ് തിരുത്തി കൊടുക്കുക. വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും വസ്സാ ഐ യുതൂലിൽ ഖുർബാ വൽ മസാകീൻ വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽ യഫൂ വൽ യസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹ് പറയുക, നിങ്ങൾ ഒരിക്കലും ശപഥം ചെയ്തു പോവരുത്. അടുത്ത ബന്ധുക്കൾക്കും പാവപ്പെട്ട ആളുകൾക്കും ദുർബലരായ ആളുകൾക്കും മുഹാജിറുകളായ ആളുകൾക്കുമൊന്നും നിങ്ങൾ സഹായിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ശപഥം ചെയ്തു പോവരുത്. അവരിൽ നിന്ന് തെറ്റ് വന്നാൽ അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരലിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? നിങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്യുന്ന ആളുകളാണ്, അതൊക്കെ അല്ലാഹ് പുറത്തു തരലിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് അള്ളാഹിന്റെ ആയത്തിന്റെ ഇറങ്ങിയപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താ അറിയോ? ബലാ വല്ലാഹി ഇന്നി ഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലി വല്ലാഹി ലാ അൻസിഹാ മിൻഹു അബദാ. മിസ്തഹിന് ഞാൻ ഇത്രയും നാൾ നൽകിയ എല്ലാ സൗകര്യവും ഞാൻ ഇനിയും നൽകും. എനിക്കെൻ്റെ പാപം അല്ല പുറത്തു തരൽ ഞാൻ ഇഷ്ടപ്പെടുന്നു. തൻ്റെ മോളെ പേരിൽ വ്യഭിചാരാരോപണം നടത്തിയ ആൾക്ക് വേണ്ടി ഞാൻ ഇനിയും റെഡിയാണ്. അപ്പൊ സഹോദരങ്ങളെ, പ്രവാചകനെതിരെയും സഹാബാക്കൾക്കെതിരെയും ഇത്രയും അക്രമം അയച്ചുവിട്ടവർക്ക് മഹാനായ പ്രവാചകനും അനുയായികളും സഹാബാക്കളും വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നും നമുക്കെതിരെ ആരും ചെയ്യാറില്ല. ഒരിക്കൽ മഹാനായ ഇമാം ഷാഫിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരായ ആളുകൾ വലിയ കോലിളക്കമുണ്ടാക്കി. കാരണം മാലിക്കി മദ്ഹബിൽ നിന്ന് ഇമാം ഷാഫി തെറ്റിയിരിക്കുകയാണ്. തെറ്റിയതല്ല, ഇമാം മാലിക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, പ്രമാണം കിട്ടിയാൽ അത് പറയണം കേട്ടോ എന്ന്. അത് പറഞ്ഞു നടന്നപ്പോൾ മാലിക്കി മദ്ഹബുകാർ ശത്രുക്കളായി. അങ്ങനെ ഒരു വൈക്ക് വെച്ചൊരു മാലിക്കി മദ്ഹബുകാരൻ ഇമാം ഷാഫിയോട് പറഞ്ഞു, അന്ത ഫാസിഖ്, നീ തമ്മാടിയാണ്, തോന്നിവാസിയാണ് എന്ന് ഇമാം ഷാഫിയോട്. അപ്പൊ ഇമാം ഷാഫി പറഞ്ഞ മറുപടി എന്താരോ? അല്ലാഹുമ്മ ഇൻ കുന്തു കമാ ഖാൽ, പടച്ചവനെ ഞാൻ ഈ മനുഷ്യൻ പറഞ്ഞതുപോലെയാണെങ്കിൽ ഫതുബ് അലയ്യാ, പടച്ചവനെ എനിക്ക് നീ തോബ ചെയ്യണം, എൻ്റെ തോബ സ്വീകരിക്കണം, എനിക്ക് പൊരുത്തപ്പെട്ട് തരണമേ. വ ഇല്ലം മകുൻ കമാ ഖാല ഫഗ്ഫിർ ലഹു, ആ മനുഷ്യൻ എന്നെ പറ്റി പറഞ്ഞതുപോലെയല്ല ഞാൻ എങ്കിൽ അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണം റബ്ബേ. എത്ര സുന്ദരമായ പ്രാർത്ഥന! നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒന്ന് കഴിയുണ്ട്? ആരെങ്കിലും നമ്മളെ പറ്റി ഒരു തോന്നിവാസം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്ന് തിരിഞ്ഞു നിന്നിട്ട് റബ്ബിനോട് അയാൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾക്ക് നമ്മുടെ മനസ്സ് അനുവദിക്കുന്നുണ്ടോ? നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള ആളുകളാണ് നമ്മൾ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആളുകളാണ് നമ്മൾ. നിരന്തരം 3 ദിവസത്തോളം ഇത് തന്നെ ആവർത്തിച്ചു എന്നാണ്. അവസാനം ഇമാം ഷാഫി 3-ാമത്തെ ദിവസം അദ്ദേഹത്തോട് പറഞ്ഞത്രേ, യാ ഹാദാ ഇന്നൽ ആലിമ കശ്ശജറ, ഓ മനുഷ്യ, ഒരു പണ്ഡിതൻ ഒരു വൃക്ഷം പോലെയാണ്. വല്ലിൽ മുകസ്സമറ, ആ പണ്ഡിതന്റെ അറിവ് പഴം പോലെയാണ്. ഫഹുദി സമറ, നീ പഴം എടുത്തുകൊള്ളണം. വലാ ശഅനലക ബിശ്ശജറ, നിനക്ക് ഈ വൃക്ഷത്തിന്റെ കാര്യത്തിൽ അത് നീളമുള്ളതാണോ വണ്ണമുള്ളതാണോ വളഞ്ഞതാണോ ചെരിഞ്ഞതാണോ എന്നൊന്നും നോക്കണ്ട, ആ വൃക്ഷത്തിൽ നിന്നുള്ള പഴം തിന്നാൽ മതിയല്ലോ എന്ന് ഒരു നല്ല ഭാഷയിൽ ഇമാം ഷാഫി പറഞ്ഞപ്പോൾ തൻ്റെ കൂടെയുള്ള ആളുകൾ ഇമാം ഷാഫി വിമർശിച്ചു. നിങ്ങൾ എന്താ അവൻ അയ്യാതി തോന്നിയ സമയം എന്താ ഒരു 2 വാക്കാണ് പറഞ്ഞാൽ ഇമാം ഷാഫിയോട്. അപ്പൊ ഇമാം ഷാഫി അതിന് നൽകിയൊരു മറുപടി ഉണ്ട്. യുഖാതിബുനി സഫീഹു ബികുല്ലി ഖുബ്ഹിൻ ഫഅക്റഹു അൻ നകൂന ലഹു മുജീബാ യസീദു സഫാതൻ വഅസീദു ഇൽമാ കഊദിൻ സാദഹുൽ ഇഹ്റാഖു ത്വീബാ. മഹാനവറുകൾ പറയുന്നത്, വിഡ്ഢികളായ ആളുകൾ എന്നോട് സർവ്വ തോന്നിവാസങ്ങളും പറയുമ്പോൾ ഫഅക്റഹു അൻ നകൂന ലഹു മുജീബാ, ആ വിഡ്ഢിയോട് മറുപടി പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമേ അല്ല. യസീദു സഫാതൻ വഅസീദു ഹിൽമാ, അവൻ തോന്നിവാസങ്ങൾ ഇങ്ങനെ നിരന്തരമായി പറയുമ്പോൾ ഞാൻ സഹനത്തോടുകൂടെ മിണ്ടാതെ ശാന്തനായി ഞാൻ ഇങ്ങനെ നിൽക്കും. എന്താണ് കാരണമെന്നറിയാമോ? കഊദിൻ സാദഹുൽ ഇഹ്റാഖു ത്വീബാ,
ഊദിന്റെ മരക്കഷ്ണമില്ലേ, ആ ഊദിന്റെ മരക്കഷ്ണത്തിൽ തീയിട്ടിട്ട് ആ മരക്കഷ്ണം ഇങ്ങനെ കത്തിച്ചാമ്പലാകുമ്പോ, മരക്കഷ്ണം ഇങ്ങനെ വെണ്ണീറാകുമ്പോ അതിനെ കത്തിക്കുന്ന തീയുമായി വന്ന ആൾ അതിന്റെ സുഗന്ധം ഇങ്ങനെ ആസ്വദിക്കാറുണ്ടല്ലോ, അതുപോലെ എന്നിൽ നിന്ന് ഈ സാധുക്കൾ സുഗന്ധം ആസ്വദിക്കട്ടെ. സ്വർഗത്തിലേക്കുള്ളൊരു മനുഷ്യന്റെ പരാമർശമാണത്. ആ ഒരു അവസ്ഥയിലേക്ക് ഉയരാൻ ഒരു മനുഷ്യന് സാധിക്കുക എന്നുള്ളതാണ് സഹനം എന്ന് പറയുന്ന പരിപാടി. നമ്മെ ആരാക്ഷേപിച്ചാലും ആ ആക്ഷേപമൊക്കെ നമുക്ക് ഒരു റോദിന്റെ മരക്കഷ്ണം ഒരു തീയിലേക്കിട്ട് അതിങ്ങനെ കത്തുമ്പോൾ അടുത്തുള്ള ആളുകൾ സുഗന്ധം നുകരുന്നത് പോലെ അതിൻ്റെ ഒരു ആസ്വാദനം നമുക്ക് പരലോകത്ത് ലഭ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറയും മുശ്രിക്കുകൾ. എങ്ങനെ? മദ്മൂം എന്ന് പറയാ, മുഹമ്മദ് എന്ന് പറയില്ല. മദ്മൂമാണ്, ആക്ഷേപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞ് നിരന്തരം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്ത് കാണാം, റസൂലുള്ളാഹി പറയാം, അലാ തഅജബൂന കൈഫ യസ്രിഫുല്ലാഹു അന്നി ശത്മ ഖുറൈശ്. സഹാബാക്കളെ, ഖുറൈശികൾ എന്നെ ചീത്ത പറയുന്നത് എങ്ങനെയാണ് അള്ളാഹു അത് എന്നിൽ നിന്ന് തിരിച്ചൊഴിവാക്കുന്നതെന്ന് നിങ്ങൾ കേൾക്കുന്നില്ലേ, നിങ്ങൾ അറിയുന്നില്ലേ? എനിക്ക് അത്ഭുതമല്ലേ അത്. ഖുറൈശികൾ എന്നെ ചീത്ത പറയുന്നുണ്ട്, പക്ഷേ അത് എന്നിലേക്ക് വരാതെ അത് വേറെ വഴിക്ക് തിരിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് അലാ താജബു, നിങ്ങൾക്ക് അത്ഭുതമല്ലേ? അവർ ലഅനത്ത് ചെയ്യുകയാണ്. എന്താണ് അവർ ചെയ്യുന്നത്? യസ്തിമൂന മുദമ്മമൻ, മുദമ്മമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ചീത്ത പറയുന്നത്. വയൽഅനൂന മുദമ്മമൻ, ആക്ഷേപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ലഅനത്ത് ചെയ്യുന്നത്. എന്നാൽ അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ്. ഖുറൈശികൾ റസൂലുള്ളാഹിനെ മുദമ്മം എന്ന് പറഞ്ഞ് വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുമ്പോൾ റസൂലുള്ള ശാന്തനായിരിക്കുക, കാരണം ഞാനതല്ല. അപ്പൊ അതുകൊണ്ട് എനിക്കതിൽ വേദനിക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയുന്നത് എന്താ അറിയോ? ലീ ഖംസത്തു അസ്മാ, എനിക്ക് 5 പേരുകളുണ്ട്. അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ്, അഹ്മദാണ്. അനിൽ മാഹി അല്ലദീ യംഹുല്ലാഹു ബിൽ കുഫ്ര, അവിശ്വാസത്തെ മായ്ച്ചു കളയുന്ന മാഹിയാണ് ഞാൻ, മാഹി എൻ്റെ പേരാണ്. അനിൽ ഹാശുറുല്ലദീ യുശ്റുന്നാസു അലാ ഖദമി, ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന എൻ്റെ ആദർശം വലിയ ജനങ്ങൾ ഒരുമിച്ച് കൂടി സ്വീകരിക്കും, അങ്ങനെയുള്ള ഹാഷിറാണ് ഞാൻ. അനിൽ ആഖിബ്, അവസാനത്തെ പ്രവാചകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ പേരുകൾ, നല്ല പേരുകൾ മുഹമ്മദാണ്, അഹമ്മദാണ്, മാഹിയാണ്, ഹാഷിറാണ്, ആഖിബാണ്, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പേരുകൾ. മുദമ്മം മുശ്രിക്കുകൾ പറയുന്നത് ഞാനല്ല, അവിടെ എനിക്ക് വിഷമമില്ല. മഹാനായ അംറുബിൻ ഹനഫി, ജാഹിലിയ കാലത്തൊരു കവിയാണ്. അദ്ദേഹം പറഞ്ഞൊരു കവിത ഇതിൽ നമുക്ക് ഓർമ്മ വരികയാണ്. അദ്ദേഹം പറഞ്ഞു തരും, ലഖദ് അമുറു അലൽ ഈമ യസുദ്ദുനി ഫമലൈതു സമ്മത ഖുൽതു ലാ യഅനീനി. അദ്ദേഹം പറയുന്നത്, വലഖദ് അമുറു അലൽ ഈമ യസുബ്ബുനി, എന്നെ തോന്നിവാസം പറയുന്ന ആളുടെ അരികിലൂടെ ഞാൻ ഇങ്ങനെ പോകും. അവൻ എന്നെ വളരെ വൃത്തികെട്ട തോന്നിവാസം ഇങ്ങനെ പറയും. ഞാൻ അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ പറയും, ഫമലൈതു സുമ്മത ഖുൽതു ലാ യഅനീനി, അവൻ എന്നെയല്ല ഉദ്ദേശിക്കുന്നത്. എന്നെ പറ്റി കള്ളുടിയനാണെന്ന് പറയുമ്പോൾ ഞാൻ കള്ളുടിക്കണില്ലല്ലോ, അതുകൊണ്ട് എന്നെയല്ല. വ്യഭിചാരിയാണെന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ ആളല്ല. ജ്യോത്സ്യനാണെന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ ആളല്ല, അത് വേറെ ആളെ പറ്റിയാണ് പറയുന്നത് എന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറഞ്ഞവരെ സംബന്ധിച്ച് പ്രവാചകന് യാതൊരു പരാതിയില്ല. മഹാനായ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി തൻ്റെ നൂനിയയിൽ പറയുന്നുണ്ട്, ഇതാണ് നമ്മളൊക്കെ സ്വീകരിക്കേണ്ടത്. അതായത് ആര് നമുക്ക് ഇഷ്ടമില്ലാത്ത എന്ത് വർത്താനം പറഞ്ഞാലും അത് എന്നെ അല്ല എന്ന് ചിന്ത ഉണ്ടാവുക. ഇബ്നുൽ ഖയ്യിം പറയാ, വല്ലാഹു യസ്രിഫു ദാകാൻ അഹ്ലിൽ ഹുദാ കമുഹമ്മദിൻ വമുദമ്മമിൻ ഇസ്മാനി. നമ്മെ തോന്നിവാസം പറയുന്ന ആളുകളുടെ ആ തോന്നിവാസത്തെ പരിഗണിക്കാതെ നാം അതിൻ്റെ ആളല്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സ്വഭാവമുണ്ടല്ലോ, സത്യവിശ്വാസികളായ ആളുകൾക്ക് അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് നമ്മിൽ നിന്ന് തിരിക്കപ്പെടും. റസൂലുള്ളാഹിയെ തൊട്ട് ആക്ഷേപിക്കപ്പെട്ടവൻ എന്നുള്ള പദ്യം പറഞ്ഞുകൊണ്ട് വിമർശിച്ചതിനെ നീക്കപ്പെട്ടതുപോലെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവേണ്ടത്, എന്ത് തോന്നിവാസം ആര് പറഞ്ഞാലും അവിടെ നമ്മുടെ നിലപാട് അത് തന്നെയല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആരും സഹായം ഉണ്ടാകുന്ന അറിയോ? റസൂലുള്ളാഹി പറയാം, അള്ളാഹിൻ്റെ മലക്കുകളുടെ സഹായം ഉണ്ടാകും. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീത്ത് കാണാം, ഒരു
മനുഷ്യൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ അരികിൽ വരിക. എന്നിട്ട് സിദ്ദീഖുൽ അക്ബറിനെ പച്ചത്തെറി. സിദ്ദീഖുൽ അക്ബർ മിണ്ടാതെ നിൽക്കുകയാണ്. അവസാനം ഗതികെട്ടപ്പോൾ റദ്ദ അലൈഹി ബഅദ ഖൗലി, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു രണ്ടാണ് പറഞ്ഞു. ഈ മനുഷ്യൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനെ ചീത്ത പറയുമ്പോൾ ഫജഅല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യഅജബു വയതബസ്സമു. സിദ്ദീഖുൽ അക്ബറിനെ ഒരാൾ ചീത്ത പറയുമ്പോൾ റസൂലുള്ളാഹി ചിരിക്കുന്നുണ്ട്, സന്തോഷിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് റാഹത്തായിട്ട്. പക്ഷേ സിദ്ദീഖുൽ അക്ബർ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തോ? ഫഗളിബൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാം. റസൂലുള്ളാഹി ദേഷ്യപ്പെട്ടു ഒറ്റ പോക്കട പോയി. സിദ്ദീഖുൽ അക്ബറിന് ചീത്ത പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സന്തോഷിച്ചു, അവിടെ ഇരുന്നു, അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. ഇപ്പൊ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ലൊരു ഫുട്ബോൾ കളി കാണുമ്പോൾ അവിടെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബറിന്റെ ചീത്ത പറയുന്നത് കണ്ട് സന്തോഷിച്ചിരിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ മറുപടിയാണ് പറഞ്ഞപ്പം ഫഗളിബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം വന്നു, എണീറ്റ് പോയി. അത് കഴിഞ്ഞ് സിദ്ദീഖുൽ അക്ബർ റസൂലുള്ളാഹിന്റെ അരികിൽ വന്നിട്ട് ചോദിക്കുക, യാ റസൂലല്ലാഹ് കാന യസ്തുമുനി വഅൻത ജാലിസുൻ. അദ്ദേഹം എന്നെ ചീത്ത പറഞ്ഞപ്പോൾ നബിയേ നിങ്ങൾ അവിടെ ഇരുന്നു. ഫലമ്മാ റദത്തു അലൈഹി ബഅദ ഖൗലിഹി വളിബ്ത വഖുംത. ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്നു, നിങ്ങൾ എണീറ്റ് പോവുകയും ചെയ്തു. എന്താ നബിയെ കാരണം? റസൂലുള്ളാഹിന്റെ മറുപടി, ഇന്നഹു കാന മാക മലകുൻ യറുദ്ദു അൻക. അദ്ദേഹം നിന്നിങ്ങനെ വഴക്ക് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ മലക്ക് അദ്ദേഹത്തിന് മറുപടി പറയുന്നുണ്ട്. നിനക്ക് സംരക്ഷണവും പ്രതിരോധവും അള്ളാഹുവിന്റെ മലക്ക് നിനക്ക് അവിടെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫലമ്മാ റദത്ത അലൈഹി ബഅദ ഖൗലി, നിന്റെ ചില വാക്കുകൾ അവിടെ നീ അങ്ങോട്ട് പരാമർശിച്ചപ്പോൾ മലക്ക് അവിടെ നിന്ന് മാറുകയും പിശാച് അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തപ്പോൾ പിശാചിനോട് കൂടി ഇരിക്കാൻ പിന്നെ എനിക്ക് തോന്നില്ല പോയതാണ്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, എത്ര രംഗങ്ങൾ നമുക്ക് ഇത്തരം രംഗങ്ങൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ അവിടെ അടങ്ങി നിൽക്കുക എന്നുള്ളത്, സഹനം എന്ന് പറയുന്നത് നമുക്ക് എഴുതാനും പറയാനും പ്രസംഗിക്കാനുള്ളതല്ല, അത് നമുക്ക് പ്രവർത്തിക്കാനുള്ളതാണ്. ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സഹാബാക്കളെ പഠിപ്പിച്ച്, നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കണമോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമോ എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യം മാത്രമാണ്. സഹനമുണ്ടാവുക, നിങ്ങൾ മൃദുലരാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുർരിമ അലന്നാരി കുല്ലു ഹയ്യിനിൻ ലയ്യിനിൻ സഹീലിൻ ഖരീബിൻ മിനന്നാസ്. ജനങ്ങളോട് മൃദുലമായ ഭാഷയിൽ എന്തു ഉൽമും അവരിൽ നിന്നുണ്ടായാലും ശാന്തരായിക്കൊണ്ട് അവർക്ക് ഗുണകരമായ രൂപത്തിൽ നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ ആരിലുണ്ടോ അവർക്ക് അല്ലാഹു തആല നരകം ഹറാമാക്കിയിരിക്കുന്നു. മഹാനായ അബുൽ അത്താഹിയ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, അബുൽ അത്താഹിയയുടെ ഒരു കവിത കാണാം. അദ്ദേഹം പറയാം, യാ റബ്ബി ഹബിലി മിൻക ഹിൽമൻ ഫഇന്നനി അറൽ ഹിൽമ ലം യന്തം അലൈഹി ഹലീമു. പടച്ചവനെ എനിക്ക് നീ സഹനം തരണമേ. എൻ്റെ കൂട്ടുകാരെന്നെ ചീത്ത പറഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവർക്ക് നല്ലത് പറയുന്ന ഒരു മാനസികാവസ്ഥ എനിക്ക് നീ നൽകണേ റബ്ബേ. അറൽ ഹിൽമ ലം യന്തം അലൈഹി ഹലീമു. ആര് എന്തൊക്കെ തോന്നിവാസങ്ങൾ പറഞ്ഞാലും അവിടെ ശാന്തനായിക്കൊണ്ട് ആരിരുന്നാലും ആ ശാന്തതക്ക് ഒരിക്കലും തന്നെ നഷ്ടം സംഭവിക്കുകയില്ല. യാ റബ്ബി ഹബിലി മിൻക അസ്മൻ അലത്തുഖാ ഉഖീമു ബിഹി മാ ഇശ്തു ഹൈസു ഉഖീമു. പടച്ച തമ്പുരാനെ, തഖ്വയിൽ നിന്നെ പേടിച്ച് ശത്രുക്കളെ പരാജയപ്പെടുത്തുന്ന സ്വഭാവമല്ലാതെ നിന്നെ പേടിച്ച് ജീവിക്കുന്ന ഒരു മാനസികാവസ്ഥ, നിന്റെ മുമ്പിൽ വിനയാന്വിതനായി നിൽക്കുന്നൊരു മാനസികാവസ്ഥ പടച്ചവനെ നീ എനിക്ക് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് ഒരു സഹനം, അതായത് ഹിൽമും അനാത്തും. ശത്രുവിനെ പരാജയപ്പെടുത്താനുള്ള കരുത്തുണ്ടായാലും നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് നിൽക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു സമാധാനത്തോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന
ഒരവസ്ഥയിലേക്ക്, ബുദ്ധിപൂർവമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമുക്ക് നീങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. സലഫിയത്തിൻ്റെ ഒരു അടിത്തറയാണ് നമ്മുടെ മനസ്സ് ഹിൽമുള്ളതാവുക. പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് വാതിൽ തുറക്കപ്പെടുകയും നരകത്തിൻ്റെ വാതിൽ അടക്കപ്പെടുകയും ചെയ്യുന്ന വളരെ ഗൗരവമേറിയ ഒരു മാനസികാവസ്ഥയാണ് ഹിൽമ്. അള്ളാഹുവിൻ്റെ സിഫത്താണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ തെറ്റുകളും അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ വിശ്വാസ മേഖലയിൽ ചിട്ടയോടുകൂടെ മുന്നോട്ട് പോകുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ജഅൽ ജമ്മനാ ഹാദാ ജമ്മൻ മർഹൂമാ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ വലാ തജഅൽ മിന്നാ വലാ ഫീനാ വലാ മഅനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹറൂമാ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.